നിങ്ങളൊരു MSME ഉടമയാണോ? വളരെ വേഗത്തിൽ ഒരു ബിസിനസ് ലോൺ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വെറും 1 മണിക്കൂറിനുള്ളിൽ 5 കോടി രൂപ വരെ ലോൺ നേടാനുള്ള മുൻകൂർ അനുമതി നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? PSB ലോൺസ് ഇൻ 59 മിനിറ്റ്സ് എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വെറും 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ നേടിയെടുക്കാൻ കഴിയുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ലോൺ അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകളും വിവരങ്ങളും എന്തൊക്കെയാണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടോ? ബാങ്ക് ബ്രാഞ്ചുകളിൽ പോകാതെ തന്നെ ഈ പ്ലാറ്റ്ഫോം വഴി എങ്ങനെ വളരെ വേഗത്തിൽ ലോൺ എടുക്കണമെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതിൽ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. MSME ബിസിനസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആവശ്യഘട്ടങ്ങളിൽ കറക്റ്റായ പണം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പൂർണ്ണമായും തകർന്നു പോകുന്നു. ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിനായി ഗവൺമെന്റ് തന്നെ പല സ്കീമുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അറിയാതെ പോകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ, നിങ്ങളുടെ ബിസിനസ് കൂടുതൽ സക്സസ്ഫുൾ ആക്കാനും കൂടുതൽ വിപുലമാക്കുന്നതിനും ആവശ്യമായ ലോൺ എങ്ങനെ വളരെ പെട്ടെന്ന് നേടാമെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇനി നമുക്ക് എന്താണ് PSB ലോൺസ് ഇൻ 59 മിനിറ്റ്സ് എന്ന് നോക്കാം. ഇതൊരു ഓൺലൈൻ പോർട്ടലാണ്. വെറും 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കറക്റ്റായി ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെറും 1 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെ നിങ്ങൾക്ക് ലോൺ നേടാൻ സാധിക്കും. ഈ ഒരു പോർട്ടൽ മൾട്ടിപ്പിൾ പബ്ലിക് സെക്ടർ ബാങ്കുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഉദാഹരണത്തിന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ കാനറ ബാങ്ക്, ഈ ബാങ്കുകളെല്ലാം ഈ ഒരു പോർട്ടലുമായി ലിങ്ക്ഡ് ആണ്. ഇനി നമുക്ക് ഈ ലോണിന് അപേക്ഷിക്കുന്നതിന് ആവശ്യമായ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ബിസിനസ് GST രജിസ്റ്റേർഡ് ആയിരിക്കണം. അത് കമ്പൽസറി ആണ്, മസ്റ്റ് ആണ്. പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഏകദേശം ഒരു 6 മാസത്തെയെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഹിസ്റ്ററി നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ ലോണിന് അപേക്ഷിക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ആൻഡ് അസോസിയേറ്റഡ് ഡീറ്റെയിൽസ്. നമ്മുടെ കയ്യിൽ കമ്പൽസറി ആയും മസ്റ്റ് ആയും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് GST ഐഡന്റിഫിക്കേഷൻ നമ്പർ. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ വളരെ എളുപ്പമായിരിക്കും. രണ്ടാമതായി വേണ്ട ഒരു ഡോക്യുമെന്റ് ആണ് ഇൻകം ടാക്സ് റിട്ടേൺ ഇൻ XML ഫോർമാറ്റ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ XML ഫോർമാറ്റിലുള്ള ഒരു ഫയലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വേണ്ട ഒരു ഡോക്യുമെന്റ്സ് ആണ് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസ്. അത് PDF ഫോർമാറ്റ് ആയിരിക്കണം. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 6 മാസത്തെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതും PDF ഫോർമാറ്റിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ബേസിക് ബിസിനസ് ഇൻഫർമേഷൻ. അതിൽ വരേണ്ട കാര്യങ്ങളാണ് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ആൻഡ് എക്സിസ്റ്റിംഗ് ലോൺ ഒബ്ലിഗേഷൻ. ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ആർക്കൊക്കെയാണ് ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഇനി എങ്ങനെ ഈ ലോൺ അപേക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.psbloansin59minutes.com എന്ന ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. അപ്പോൾ തന്നെ ഒരു പേജ് തുറന്നു വരും. ആ ഒരു ഹോം പേജ് തുറന്നു വരും. അതിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആയ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ എന്നിവ നൽകുക. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു ലോണിന് വേണ്ടതെന്ന്. ആ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതിൽ വരുന്നതാണ് GST ഡീറ്റെയിൽസ്, ITR ആൻഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും ഡോക്യുമെന്റ്സ് നമ്മൾ ആ ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത സ്റ്റേജ് ആണ് ഫിൽ ദ ബിസിനസ് ഇൻഫർമേഷൻ ആൻഡ് സ്പെസിഫൈ ലോൺ റിക്വയർമെന്റ്. നിങ്ങളുടെ ബിസിനസ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഏതൊരു ലോൺ ആണ്, ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ലോൺ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് നൽകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഇത് കാനറ ബാങ്ക്, അതുപോലെ തന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള ബാങ്കുകളുമായി ഈ ഒരു പോർട്ടൽ ഓൾറെഡി ലിങ്ക്ഡ് ആണ്. നിങ്ങൾ ഏതൊരു ബാങ്കുമായിട്ടാണ് ഈ ഒരു ലോണിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ബാങ്കിന്റെ ബ്രാഞ്ച് നിങ്ങൾ ആ ഒരു പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ലോൺ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഇതിനൊരു 1000 രൂപ നമ്മൾ ഒരു കൺവീനിയൻസ് ഫീ ആയിട്ട് നൽകേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ അപ്രൂവൽ ലെറ്ററും ലഭിക്കുന്നു. നിങ്ങളുടെ ലോൺ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യുകയും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആയിട്ട് നൽകുകയാണെങ്കിൽ വിത്തിൻ 1 അവറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു അപ്രൂവൽ ലെറ്ററും ലഭിക്കുന്നു. നിങ്ങൾ ഏത് ബാങ്കാണോ ചൂസ് ചെയ്തത് ആ ബാങ്ക് വിത്തിൻ, അതായത് വർക്കിംഗ് ഡേയ്സ്, ഏകദേശം 7-8 ദിവസത്തിനുള്ളിൽ ആ ബാങ്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ആ ഒരു എമൗണ്ട്, നിങ്ങൾ എത്ര രൂപയാണോ ലോണിന് അപേക്ഷിച്ചത്, ആ ലോൺ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സാധാരണ നമ്മളൊരു ലോൺ അപേക്ഷിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. കുറേ തവണ ബാങ്ക് കയറി ഇറങ്ങണം, ഓരോ തവണ പോകുമ്പോഴും കൂടുതൽ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം, കുറെ ഫോംസ് ഫില്ല് ചെയ്യണം. അത്തരത്തിലുള്ള ആ ഒരു കുറെ നമ്മളുടെ ഒത്തിരി ടൈമാണ് ഇവിടെ വേസ്റ്റ് ആകുന്നത്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ള ടൈം വേസ്റ്റിംഗ്, അനാവശ്യമായിട്ടുള്ള ഒരു ടൈം വേസ്റ്റിംഗും ഇല്ല. 59 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ലോണിന്റെ ആ ഒരു അപ്രൂവൽ ലെറ്റർ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പേപ്പർ വർക്ക്സ് ഒന്നുമില്ല. വളരെ വേഗത്തിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ അപേക്ഷിക്കുന്ന ആ ഒരു ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ റെപ്പോ റേറ്റും കുറയാനുള്ള സാഹചര്യങ്ങൾ വളരെ ഏറെയാണ്. അത് ബാങ്ക്സ് റെപ്പോ ലിങ്ക്ഡ് ലെൻഡിംഗ് റേറ്റ്
RLLR അനുസരിച്ച് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ അളവിലും കുറവും കൂടുതലും വരാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടും എഫിഷ്യന്റുമായിട്ടുള്ള ഒരു ലോൺ അപ്രൂവൽ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതൊരു ഗവൺമെന്റ് ബാക്കപ്ഡ് ഉള്ള ഒരു പോർട്ടലാണ്. വളരെ വേഗത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ലോൺ നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഒരു MSME റിലേറ്റഡ് ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒട്ടും സമയം കളയേണ്ട. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരു സാഹചര്യമാണ് തുറന്നു വരുന്നത്. വളരെ വേഗത്തിൽ 59 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലോൺ അപ്രൂവൽ ആവുകയും വർക്കിംഗ് ഡേയ്സ് ആയ 7-8 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു തുക നിങ്ങളുടെ കയ്യിൽ ലഭിക്കുകയും ചെയ്യുന്നു. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ലോണാണ്. അതുപോലെ തന്നെ കൊളാറ്ററൽ ഒന്നും നൽകാതെ ഗവൺമെന്റിന്റെ കീഴിൽ നിന്ന് ലഭിക്കുന്ന ഒരു ലോണാണ്. നിങ്ങൾ ഈ വീഡിയോയിലൂടെയാണ് ഈ കാര്യം അറിയുന്നതെങ്കിൽ ഒട്ടും സമയം കളയാതെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യൂ. നിങ്ങൾക്ക് ഈ ഒരു ലോൺ നേടിയെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ് ആവശ്യമുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ വീഡിയോസും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കമന്റ്സ് എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. MSME ലോൺസിനെ കുറിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾ കമന്റ് ചെയ്തത് പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അദ്ദേഹത്തിന് ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് കൂടുതൽ വീഡിയോസും ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. Bosswala. Be the boss.